ഹലോ ചങ്ങാതീസ്, നമുക്കിന്ന് വാളംപുളി ഇട്ട് അയലക്കറി വെച്ചാലോ? അപ്പോൾ വെൽക്കം ടു ദീപാസ് വേൾഡ്. ഈ കറി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് എത്രമാത്രം രുചികരമാണെന്നല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ അയലക്കുട്ടനിവിടെ ഉപ്പിട്ട് കുളിച്ച് വൃത്തിയായി ചട്ടിയിലിരിപ്പുണ്ട്. 4 അയലയാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള, തക്കാളി എല്ലാം പതിവ് പോലെ റെഡിയായി ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ വാളംപുളി പാക്കറ്റ്. സാറാസിൻ്റെ വാളംപുളിയാണ്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു ഉരുള വാളംപുളി അതിലേക്കിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ ചേരുവകളും ഒന്നിച്ചിവിടെ ഇരിപ്പുണ്ട്. കൂടെ അരമുറി തേങ്ങയുമുണ്ട്. അരമുറി മുഴുവൻ വേണ്ട. ഈ ഒരു കവറിലെ അരഭാഗം തേങ്ങ നമുക്ക് ധാരാളം മതി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് വറ, ഉലുവ വറ, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാ സാധനങ്ങളും ഇട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. കണ്ടോളൂ കേട്ടോ. ഇവിടെ തൊടുതൊടുത്ത തക്കാളി കൊട്ടുന്ന കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി വെക്കാം. ഗൾഫിൽ തക്കാളിക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ പടക്കാരിയാണ്. ഇതൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. 2.5 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കത് എരിവ് ആവശ്യമില്ല. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി. സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നവർ 1 സ്പൂൺ മാത്രമേ ഇടാവുള്ളേ. തരണം. ഇനി നമ്മുടെ അയലക്കൂട്ടൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പത്തിരുന്ന് ചെറുതായിട്ട് അവനൊന്ന് ചൂടാകട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ പുളി വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താലോ. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് ആ പുളിവെള്ളം അങ്ങ് പിഴിഞ്ഞ് അതിനുള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ അയലക്കുട്ടന്മാർ നല്ല വെന്ത് പാകമായി വരാൻ.
ഇപ്പം അവനെ നമ്മളങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് പുളിവെള്ളത്തിൽ തിളച്ച് മറിയട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ നല്ലോണം അരച്ചെടുക്കാം. ഇപ്പോൾ അവനങ്ങ് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലവണ്ണം അങ്ങ് തിളച്ച് വരുമ്പം അതിലേക്ക് നമുക്കൊരു 2 കതിർപ്പ് കറിവേപ്പയും കൂടി ഇട്ട് കൊടുത്താൽ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. സാധാരണയായി നമ്മൾ കുടംപുളി ഇട്ടാണ് എല്ലാ മീനും വെക്കാറ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വാളംപുളി ഇട്ട് വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കും ഭയങ്കര സംശയമായിരുന്നു, ഈ വാളംപുളി ഇട്ട് വെച്ചാൽ മീൻകറി നന്നാകുമെന്ന്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരിക്കലും കുടംപുളി ഇടാതെ മീൻ വെക്കാറില്ല. അപ്പോൾ വാളംപുളി ഇട്ട് ആദ്യമായിട്ട് വെച്ചപ്പോൾ എനിക്കും സംശയമായിരുന്നു, നന്നാകുമോ ഇല്ലയോ എന്ന്. പക്ഷേ വെച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.